إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, വൻപാപങ്ങൾ കബായിറുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഹദീസിൽ അടുത്ത വിഷയമായി പറഞ്ഞിട്ടുള്ളത് അത്തവല്ലി യൗമസ്സഹ്, ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടുക, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്ന കാര്യം അള്ളാഹുവിന്റെ പക്കൽ അവന്റെ കോപത്തിനും ശിക്ഷക്കും വിധേയമാകുന്ന വലിയ ഒരു പാപമായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംഫാലിലെ വചനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, താക്കീത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഇസ്ലാമിൽ യുദ്ധം എന്താണെന്നോ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ശ്രേഷ്ഠതകളോ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊരു ഖുത്ബയിലൊന്നും പറഞ്ഞാൽ മതിയാവുന്നതല്ല. ഇവിടെ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന വിഷയവുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. അപ്പൊ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതും അതിൽ ധൈര്യം അവലംബിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി യുദ്ധത്തെ നേരിടേണ്ടതുമായ വിഷയങ്ങളും അതിനെതിരായ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന വിഷയവുമാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് പല തലത്തിലുള്ള യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാം യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടുന്നില്ല, മറിച്ച് യുദ്ധത്തിന്റെ പിന്നാലെ പോകുന്നുമില്ല. അതായത് അക്രമത്തിനോ അക്രമികൾക്കോ കീഴ്പ്പെട്ടു കൊടുക്കണം എന്ന ഒരു വാദം ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ അക്രമികൾക്കും അക്രമത്തിനും അക്രമികളിലേക്കും ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോവുക എന്നതും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ യുദ്ധം എന്നത് ആവശ്യമായ ഘട്ടത്തിൽ അനിവാര്യമാണെന്നും അങ്ങനെ വന്നാൽ യുദ്ധം ചെയ്യേണ്ടത് മുസ്ലിംകളുടെ പ്രത്യേകിച്ച് കഴിവുള്ള പുരുഷന്മാരുടെ ബാധ്യതയാണെന്നും ഇസ്ലാം പഠിപ്പിക്കുകയും കൽപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അത് തയ്യാറാകാത്തവരെ കുറിച്ച് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം മനുഷ്യൻ എല്ലാവരും ഒരേ പ്രകൃതക്കാരല്ല. മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ് രണ്ട് കക്ഷിയാവുക, അല്ലെങ്കിൽ വ്യത്യസ്ത കക്ഷികളാവുക, വിവിധ ചേരികളാവുക, വിവിധ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാവുക, വിവിധ സ്വഭാവങ്ങളുള്ളവരാവുക, പരാക്രമികളാവുക, അടങ്ങിയൊതുങ്ങി കഴിയുക, ഇങ്ങനെ പല ചിന്താഗതിക്കാരും പല സ്വഭാവ പ്രകൃതക്കാരും മനുഷ്യരിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ രണ്ട് തലങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ ഹക്കിന്റെ ഭാഗത്തെ പിടിച്ചു നിർത്തുകയും അതിനെ പ്രതിരോധിക്കുകയും അതിന്റെ ആളുകളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് ചില ഘട്ടങ്ങളിൽ അത് അനിവാര്യമാകും എന്നതുകൊണ്ട് തന്നെ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ യുദ്ധവും പ്രതിരോധം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ പ്രതിരോധിക്കലും അനിവാര്യമാണ് എന്നതുകൊണ്ട് ഈ രണ്ട് വശങ്ങളെ സംബന്ധിച്ചും ഖുർആനിലും ഹദീസുകളിലും ധാരാളമായി നമുക്ക് കാണാം. ഞാനതിന്റെ വിശദാംശത്തിലേക്ക് പോവുകയല്ല. സൂറത്തുൽ ബഖറയിലെ 251 ആയത്തിൽ വലൗലാ ദഫ്ഉല്ലാഹിൻ നാസ ബഅലഹും ബിബഅദിൻ ലഫസദത്തിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ ചിലരെ കൊണ്ട് പ്രതിരോധിക്കുക, തടുക്കുക എന്ന കാര്യമില്ലായിരുന്നുവെങ്കിൽ ഭൂമി തന്നെ ഫസാദിലാകുമായിരുന്നു, കുഴപ്പത്തിലാകുമായിരുന്നു. അപ്പൊ എന്നും ഒരു ശക്തി അങ്ങനെ മുന്നേറുകയും ബാക്കിയുള്ള ആളുകൾ ദുർബലരായി നിൽക്കുകയും ചെയ്യുമ്പോൾ ആർക്കാണോ കയ്യൂക്കും അധികാരവും അക്രമവാസനയും ഉള്ളത് ആ ആളുകൾ മുന്നോട്ട് പോവുകയും ഇതിനെതിരിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ പോവുകയും ചെയ്യും. അങ്ങനെ വന്നാൽ ഭൂമി ഫസാദിലായി, അല്ല ഫസദത്തിൽ അർളു എന്നാണ്, ഭൂമി തന്നെ ഫസാദിലായി തീരും. അപ്പോ അങ്ങനെ ഒരു ഭൂമിയിൽ ആളുകൾക്ക് ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഫസാദിന്റെ സാഹചര്യം ഇല്ലാതിരിക്കാൻ അള്ളാഹു അവന്റെ നടപടിക്രമമനുസരിച്ച് ഒരു വിഭാഗം ആളുകളെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിക്കും. അത് ഈമാന്റെ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ ആളുകളെ കൊണ്ട് ശിർക്കിന്റെയും കുഫറിന്റെയും ആളുകളെ പ്രതിരോധിക്കുക ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതല്ലാത്ത അങ്ങനെ ഒരു വിഭാഗം ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യരിൽ തന്നെ അക്രമം ആഗ്രഹിക്കുന്ന ആളുകളെ അക്രമം ആഗ്രഹിക്കാത്ത ആളുകളെ കൊണ്ട് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഏർപ്പെടുത്തും. വലാകിൻ അല്ലാഹു ദു ഫദ്ലിൻ അലൽ ആലമീൻ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകർക്കുമേൽ ശ്രേഷ്ഠതയുള്ള ഉള്ളവനാണ് എന്നുകൂടി അല്ലാഹു അവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചില വ്യക്തികളെ, ചില ഭരണാധികാരികളെ, ചില സമൂഹങ്ങളെ പരിശോധിച്ചാൽ യുദ്ധം എന്ന് പറയുന്നത് അവരുടെ ഒരു ലക്ഷ്യമാണ്. എന്നാൽ ഇസ്ലാം
യുദ്ധത്തെ ഒരു ലക്ഷ്യമായി കാണുന്നില്ല. മറിച്ച് ഇസ്ലാമിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള വഴിയാണ്, മാർഗമാണ് യുദ്ധം എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു കാര്യമാണ് പ്രബോധനം, ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ഇസ്ലാമിക ദഅവത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക, ആ ദഅവത്തനുസരിച്ച് അത് സ്വീകരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളുടെ സംരക്ഷണം ഉറപ്പാവുക എന്ന് പറയുന്നത്. അപ്പൊ പ്രബോധനത്തിന് ആദ്യം തന്നെ യുദ്ധമല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന, നീ നിന്റെ റബ്ബിന്റെ മാർഗത്തിൽ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തണം. എങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്? ആദ്യം പറയുന്നത് ബിൽ ഹിക്മ, ഹിക്മത്ത് കൊണ്ടാണ്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ തന്ത്രമെന്നോ കുതന്ത്രമെന്നോ ട്രിക്ക് എന്നൊന്നും ആ വാക്കിന് അർത്ഥമല്ല. അങ്ങനെ ചില ആളുകൾ പ്രയോഗിക്കാറുണ്ട്, തന്ത്രം പ്രയോഗിക്കണം. തന്ത്രമല്ല, ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ഹദീസാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനിനെയും ഹിക്മത്തിനെയും കൂട്ടിച്ചേർത്ത് പറഞ്ഞ സ്ഥലങ്ങളിൽ കിതാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനും ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഖുർആനും അതിന്റെ വിശദീകരണമായ നബിയുടെ ജീവിതവും ആ സുന്നത്തും അനുസരിച്ച് നീ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം കൊണ്ട്, സതുപദേശം കൊണ്ട്, വഅളുകൊണ്ട്, അതിലൂടെയും അള്ളാഹുവിന്റെ മതത്തിലേക്ക് നീ ക്ഷണിക്കുക. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ആവശ്യമായി വരുമ്പോൾ തർക്കവിതർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ ആളുകളുമായി നടത്തേണ്ടി വരും. ആ നടത്തേണ്ടത് എങ്ങനെയാണ്? ബില്ലത്തി ഹിയ അഹ്സൻ, ഏതൊരു രീതിയാണോ ഏത് സന്ദർഭത്തിൽ നന്നായി തീരുന്നത് ആ ഏറ്റവും നല്ലത് വഴി ഏതോ മാർഗമേതോ അതനുസരിച്ച്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങോട്ട് പറയണമൊക്കെ കേട്ടുന്നു കൊടുക്കുക, ഇങ്ങോട്ട് തല്ല് കിട്ടിയാൽ അത് സ്വീകരിക്കുക എന്നല്ല. ഓരോ സന്ദർഭത്തിലും അനുയോജ്യമാകുന്ന ഏറ്റവും നല്ല മാർഗമേതോ. അപ്പൊ എല്ലാ സമയത്തും ഒരേ ശൈലിയാണ്, ഒരേ രീതിയാണ് എന്ന് പറയാൻ പറ്റൂല. ഏത് സന്ദർഭത്തിൽ ഏത് രീതി ഏറ്റവും നന്നായി തീരുന്നുവോ അപ്പൊ ആ രീതി സ്വീകരിക്കണം. ഇത് ഖുർആന്റെ മറ്റ് വിഷയങ്ങൾ നമുക്ക് കാണാം. എന്നാൽ ഇത് തയ്യാറാകാത്ത ആളുകളോട്, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രബോധനം അനുവദിക്കാത്ത, ഇസ്ലാമിനെ സ്വീകരിച്ച ആളുകൾ ആക്രമിക്കപ്പെടുക എന്നിങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്, അതിന്റെ ആളുകളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനും ചില നിബന്ധനകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാകണം, അല്ലാത്ത സ്ഥലങ്ങളിൽ അത്തരം യുദ്ധങ്ങൾ നടത്താൻ പാടുണ്ടോ അല്ലേ, അതിന്റെ ഷർത്തുകൾ എന്താണ്, യുദ്ധം നടത്തേണ്ടത് ഏതെങ്കിലും വ്യക്തികളോ ഗ്രൂപ്പുകളോ ആണോ, അതല്ല മുസ്ലിങ്ങളുടെ പൊതു നേതൃത്വം, അങ്ങനെ ഒരു ഭരണകൂടമുള്ളിടത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ, ഭരണാധികാരിക്ക് കീഴിലാണ്, അദ്ദേഹത്തിന്റെ കൊടിക്കീഴിൽ എന്ന് തന്നെ ഹദീസിൽ കാണാൻ സാധിക്കും. അതിനും ചില ഷർത്തുകളും നിബന്ധനകളുണ്ട്. ഞാൻ അതും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ മുമ്പേ പുറപ്പെടുന്നതിന് മുമ്പ് സുബഹി നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ഈ കൊടി ഒരാൾക്ക് കൊടുക്കും, അതാർക്കാണ്? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കയ്യിൽ, അയാളുടെ കയ്യിലൂടെ ഈ യുദ്ധത്തിൽ വിജയമുണ്ടാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എല്ലാവരും ആഗ്രഹിച്ചു, ഞാനായിരിക്കും ആ ആള്, എനിക്കായിരിക്കും ആ കൊടി കിട്ടുക. ഏത് കൊടി? യുദ്ധം നയിക്കാനുള്ള കൊടി, അധികാരത്തിന്റെ കൊടിയല്ല. അധികാരത്തിന്റെ കൊടിയല്ല മോഹിച്ചത് സഹാബത്ത്. യുദ്ധത്തിൽ കൊടി പിടിക്കാനുള്ള, നേതൃത്വം കൊടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ആ സ്ഥാനം എനിക്ക് കിട്ടും എന്ന് പലരും ആഗ്രഹിക്കും. നബി അലിയെ അന്വേഷിച്ചു. അലി റളിയല്ലാഹു അൻഹു കണ്ണിന് അസുഖമായതുകൊണ്ട് വന്നിട്ടില്ല, അദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന നടത്തുകയും അദ്ദേഹത്തിന്റെ കണ്ണിന് അസുഖമാകാൻ വേണ്ടി റുഖിയയുടെ ഭാഗമായുള്ള ചില കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ പതാക ഏൽപ്പിച്ചു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിർദ്ദേശം മുത്തഫഖുൻ അലൈഹി ഹദീസ് കാണാം. നീ അവരുടെ മൈതാനത്ത്, അതായത് ഖൈബറിലെ ജൂതന്മാരുടെ ഭൂപ്രദേശത്ത് എത്തുന്നത് വരെ നീ സാവകാശത്തിൽ സഞ്ചരിക്കുക, അങ്ങോട്ട് പ്രവേശിച്ചു ചെല്ലുക. എന്നിട്ട് അവരെ നീ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ചെന്നവാട് വെട്ടാനല്ല പറഞ്ഞത്, അവരെ നീ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അവർക്കുമേൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ അവകാശത്തിൽ ചെയ്യേണ്ട അവർക്ക് നിർബന്ധമായ കാര്യങ്ങൾ എന്താണോ അതൊക്കെ നീ അവർ പറഞ്ഞു കൊടുക്കണം. അപ്പോ ആദ്യം ദഅവത്ത് നടത്തി, ഇന്നതാണ് ഇസ്ലാം, ഇത് നിങ്ങളുടെ ബാധ്യതയാണ് എന്നവരെ ബോധ്യപ്പെടുത്തുക. അതവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ കൊണ്ട് ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടിയാൽ നിനക്ക് ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം നീ മുഖേന ഒരാൾക്ക് ഹിദായത്ത് കിട്ടലാണ്. വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോയി ചെല്ലുന്ന പ്രദേശങ്ങളിൽ ഇസ്ലാമിക ദഅവത്ത് ലഭിക്കാത്ത ഒരു വിവരവും ഇസ്ലാമിനെ കുറിച്ചോ നബിയെ കുറിച്ചോ കിട്ടിയിട്ടില്ലാത്ത പ്രദേശങ്ങളാണെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അതുപോലെ തന്നെ ബാങ്ക് നിർവഹിക്കുകയും, അപ്പൊ ആ ബാങ്കുകൾക്ക് മനസ്സിലാവും ഇതിന്ന ആൾക്കാരാണ്, ഇന്ന കാര്യമാണ് ഈ പറയുന്നത്, അറബിയിലാണ് ബാങ്ക്, അവർക്ക് ബാങ്ക് കേട്ട മനസ്സിലാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്താണ്, ഹയ്യ അലസ് സ്വലാ എന്താണ് എന്നവർക്ക്
അവർക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ഇസ്ലാമിന്റെ ഒരു അറിയിപ്പാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഇസ്ലാമിനെ കുറിച്ച് പറയാതെ ഒരു ജനവിഭാഗത്തോട് ആദ്യം ചെന്ന് യുദ്ധം ചെയ്യുക, അങ്ങനെ വാളുകൊണ്ട് ഇസ്ലാം വെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ വാളിലൂടെയാണ് ഇസ്ലാം പ്രചരിച്ചത് എന്ന് പറയുന്നത് അത് ആ അർത്ഥത്തിൽ ശരിയല്ല. യുദ്ധം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, അത് അനിവാര്യമാകുന്ന ഘട്ടത്തിൽ ചെയ്യൽ നിർബന്ധമാണ്, അത് വേറെ വിഷയം. അപ്പൊ ഞാൻ പറയുന്നത് യുദ്ധത്തെ ഒരു ലക്ഷ്യമായി കണ്ടിട്ടില്ല, മറിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമാണ്, അത് വേറെ വിഷയങ്ങളാണ്. ഇനി യുദ്ധം ചെയ്യേണ്ട ഘട്ടം ചിലപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ വചനം അത്യുന്നതമാകാൻ, മറ്റൊന്ന് വിശ്വാസികളായ ആളുകൾക്കും ഇസ്ലാമിനും പ്രതിരോധിക്കുന്നതിന് വേണ്ടി വഖാതിലു ഫീ സബീലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക. അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട്, അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളോട് തിരിച്ചങ്ങോട്ട് യുദ്ധം ചെയ്യുക. വലാ തഅ്തദു, പക്ഷെ അങ്ങോട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിര് കവിയ എന്നാൽ യുദ്ധം മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത പ്രായം ചെന്നവർ, രോഗികൾ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെയുള്ള ആളുകളെ കൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ തടവുകാരായി പിടിച്ചവരെ പിന്നെ അവരോടൊന്ന് നിലപാട് സ്വീകരിക്കണം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇസ്ലാം വ്യക്തമായ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇതേ കാര്യം വേറെയും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ചതായി കാണാം. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ, യുദ്ധത്തിലേക്ക് പുറപ്പെടുകയോ യുദ്ധം നിർവഹിക്കുകയോ ചെയ്യേണ്ട ഘട്ടം വന്നാൽ, അവിടെയാണ് ഖുർആൻ സൂറത്തുൽ അംഫാലിലെ 45-46 വചനങ്ങളിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ, നിങ്ങൾ വല്ല വിഭാഗത്തെയും കക്ഷിയെയും കണ്ടുമുട്ടിയാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവിടെ എന്ത് ചെയ്യണം? ഫസ്ബുതു, യുദ്ധത്തിന്റെ മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പിന്തിരിഞ്ഞോടാൻ പാടില്ല. ഫസ്ബുതു, അപ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കണം. സബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥൈര്യമായി നിൽക്കുക എന്നാണ്. സബത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുക എന്നാണ്. സബാത്ത് സ്ഥിരപ്പെടൽ എന്ന് പറഞ്ഞാൽ ഒരടി ബേക്ക് കൊടുക്കാൻ പാടില്ല, മുന്നോട്ടാണ് പോകേണ്ടത്. ഫസ്ബുതു, നിങ്ങൾ സ്ഥിരപ്പെടണം, സ്ഥൈര്യമായി നിൽക്കണം, ഉറച്ചു നിൽക്കണം, പതറാൻ പാടില്ല. ആ പതറാതെ ഉറച്ചു നിൽക്കാനുള്ള വഴി എന്താ? വദ്കുറുല്ലാഹ കസീറ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരമാണ്, വിജയത്തിന്റെ വഴിയാണ്, രക്തസാക്ഷിത്വത്തിന്റെ വഴിയാണ്. ഇനി വിജയം ഉണ്ടായില്ലെങ്കിൽ രക്തസാക്ഷിത്വം ഉണ്ടാകും, രണ്ടുമില്ലെങ്കിലും അതിൻ്റെതായ ഫലങ്ങളുണ്ട്. പരലോകത്ത് അല്ലാഹുവിന്റെ പക്കൽ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്തിന്? നിങ്ങൾക്ക് വിജയം കിട്ടാൻ. വിജയം കിട്ടണമെങ്കിൽ അല്ലാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. വഅതിഉല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അല്ലാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് ഇതിന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. അതിൽ നിർദ്ദേശം നൽകുന്ന സേനാനായകനായ, അതോടൊപ്പം നിങ്ങളുടെ പ്രവാചകനായ പ്രവാചകന്റെ കൽപ്പനയും നിങ്ങൾ അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ പിടിവലി കൂടരുത്. തനാസ എന്നുള്ള വാക്കിനർത്ഥം പിടിവലി എന്നാണ്. നസഅ എന്നാൽ വലിച്ചു ഊരുക എന്നാണ്. അപ്പൊ ഒരാൾ ഇങ്ങോട്ട് ഊരുന്നു, മറ്റേയാൾ അങ്ങോട്ട് വലിച്ചൂരുന്നു. രണ്ടാളും രണ്ട് ഭാഗത്തേക്ക് പിടിച്ചു വലിച്ചതാണ് പിടിവലിയാണ് ശരിക്കും. തനാസഉ, നിങ്ങൾ പിടിവലി, ഇങ്ങോട്ട് വലിക്കുക, അങ്ങോട്ട് വലിക്കുക, ഇങ്ങനെ ഒരു ഇടയിൽ മത്സരം, തർക്കം നിങ്ങൾക്ക് കാണില്ല. തർക്കിക്കുക എന്നും ഇതിനെക്കുറിച്ച് വേറെ സ്ഥലങ്ങളിൽ നടത്തിയ പ്രയോഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടാവും. പൈൻ തനാസഅതും, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ അവിടെയും പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. ഒരാൾ ഒരു പക്ഷം പിടിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു, ഇതാണ് ശരി. മറ്റവൻ അങ്ങോട്ട്, അതാണ് ശരി എന്നിട്ട് അങ്ങോട്ട് വലിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായം ഉണ്ടാവുകയും രണ്ടു കൂട്ടർ രണ്ട് പക്ഷത്താവുകയും ചെയ്താൽ മുസ്ലിങ്ങളുടെ കൽപ്പന എന്താ? ഖുർആനിലേക്കും അല്ലാഹുവിലേക്കും മടക്കുക. അതേ പ്രയോഗമാണ് ഇവിടെ. വലാ തനാസഉ, നിങ്ങൾ രണ്ട് ചേരിയിലാകരുത്, രണ്ട് കക്ഷിയാകരുത്, രണ്ട് ഗ്രൂപ്പാകരുത്, രണ്ട് വശത്തേക്ക് പിടിച്ചു വലിക്കുന്നവരാകരുത്. അങ്ങനെ വന്നാൽ, യുദ്ധത്തിന് പോകുമ്പോൾ പിടിവലി ഉണ്ടായാൽ, ഭിന്നിപ്പുണ്ടായാൽ, ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ വഷളാവും, നിങ്ങൾ പരാജയപ്പെടും. പിന്നെയോ വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോകും. സാധാരണ നമുക്കറിയോ, ടയറ്, ബസ്, ലോറി, ടൺ കണക്കിന് ഭാരമുള്ള വണ്ടി വലിച്ചു കൊണ്ടുപോകുന്നത് 4, 6, 8, 10, 12 ഒക്കെ ഉള്ള ടയറുള്ള വാഹനങ്ങളാണ്. ഈ ടയർ റബ്ബർ കൊണ്ട് നിർമ്മിച്ചതാണ്. അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കോൺക്രീറ്റ് അല്ല, പിന്നെന്താ? എയറാണ് കടത്തിയിട്ടുള്ളത്. ഈ എയർ പോയാൽ അവിടെ നിൽക്കും, ഒന്നിന്റെ എയർ പോയാൽ മതി, അവിടെ നിൽക്കും. അപ്പൊ ഈ എയറാണ് ശക്തി. അതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്. വതദ്ഹബ റീഹുക്കും, ഭിന്നിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോയി. നമ്മൾ തന്നെ പറയും, ഓന്റെ കാറ്റ് പോയി നടത്താം, ഓന്റെ ശക്തി പോയി, അല്ലെങ്കിൽ ആള് മരിച്ചു, ഫീസായി നടത്താം, ഫീസ് പോയി. അപ്പൊ വതദ്ഹബ റീഹുക്കും, ആർക്ക് മനസ്സിലാകുന്ന പ്രയോഗം? നിങ്ങളുടെ കാറ്റ് പോയി, ഭിന്നിച്ചാൽ നിങ്ങളുടെ ശക്തി പോകും. പിന്നെന്ത് ചെയ്യണം? വസ്ബിറു ഇന്നല്ലാഹ മഅസ്വാബിരീൻ, ക്ഷമിക്കുക, ക്ഷമിക്കുന്നവർക്കൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന സന്തോഷ വാർത്തയും അവിടെ നൽകുന്നു. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് യുദ്ധക്കളത്തിലും യുദ്ധത്തിന്റെ മേഖലയിലും പിന്മാറാതെ അള്ളാഹുവിനെ ധാരാളമായി ഓർത്ത് ഐക്യത്തോടുകൂടി ഭിന്നതയില്ലാതെ ക്ഷമാലുക്കളായി ഉറച്ചു നിന്നാൽ വിജയം കിട്ടും. അങ്ങനെ ഉറച്ചു നിൽക്കണം, പോകാൻ പാടില്ല എന്നതാണ്. മുസ്ലിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും ശേഷവുമൊക്കെ ഉണ്ടായ പല യുദ്ധത്തിന്റെ മേഖലകളിലും ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. അതിനെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തുൽ അഹ്സാബിലെ 23-24 വചനങ്ങളിൽ മിനൽ മുഅ്മിനീന റിജാലു,
വിശ്വാസികളിൽ ചില ആളുകളുണ്ട് സ്വദഖൂ മാ അഹദുല്ലാഹ്, അള്ളാഹുവിനോട് അവർ ചെയ്തിട്ടുള്ള കരാറുകളെ, വാഗ്ദാനങ്ങളെ അവർ സത്യസന്ധമാക്കിയിരിക്കുന്നു. ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന പോരാളിയാണ്, ഞാൻ വിശ്വാസിയാണ്, അള്ളാഹുവിനെയും പ്രവാചകനെയും ഇസ്ലാമിനെയും സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ, കരാറുകൾ അത് സത്യസന്ധമായി പുലർത്തുന്ന ചില മനുഷ്യന്മാർ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്, വിശ്വാസികളിലുണ്ട്. ഫമിൻഹും മൻ ഖലാ നഹ്ബഹ്, അങ്ങനെ അള്ളാഹുവിനുള്ള കരാർ പാലിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ തങ്ങളുടെ കൃത്യം നിർവഹിച്ച ആളുകളുണ്ട്, അല്ലെങ്കിൽ മരണം ഏറ്റുവാങ്ങിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ നേർച്ച പാലിച്ച ആളുകളുണ്ട്. ഇതൊക്കെ ഈ പദത്തിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സമരം ചെയ്യാൻ തയ്യാറാണ്, ഒരുക്കമാണ്, ജിഹാദ് ഇസ്ലാമിൽ അനിവാര്യമായി തീരുമ്പോൾ അതിന് ഞാൻ പുറപ്പെടാൻ തയ്യാറാണ് എന്ന് പ്രതിജ്ഞയെടുത്ത ആളുകൾ, ആ വിശ്വാസികൾ അവരുടെ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അവർ പങ്കാളികളായി, ഒരുപക്ഷെ ജീവനോടെ തിരിച്ചു പോരാം, അല്ലെങ്കിൽ യുദ്ധത്തിൽ അവർ മരണപ്പെട്ടിരിക്കുന്നു. ഇനി വേറെ ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. വമിൻകും മൻ യന്തളിർ, ചില ആളുകൾ മരണം ഏറ്റുവാങ്ങി യുദ്ധത്തിന് വന്നു. വേറെ ചില ആളുകൾ അടുത്തൊരവസരമുണ്ടാകുമ്പോൾ അത് ഉണ്ടാകുമോ എന്താകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ. എന്ന് പറഞ്ഞാൽ ഇപ്പം യുദ്ധത്തിന് പോകാൻ പറ്റിയില്ലെങ്കിലും പ്രായപൂർത്തിയും ആരോഗ്യവും ശേഷിയൊക്കെ ഉണ്ടാകും യുദ്ധത്തിന് പോകാൻ കാത്തിരിക്കുന്നവരുണ്ട്. ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിത്വം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത യുദ്ധത്തിൽ എനിക്ക് രക്തസാക്ഷിയാകണം എന്ന് ആഗ്രഹിക്കുന്നവരും വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. വമാ ബദ്ദലു തബ്ദീല, അവർ അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള കരാറിൽ ഒരു മാറ്റവും അവർ വരുത്തുകയില്ല. എന്തിനാണ് സത്യവിശ്വാസികളിൽ ഇത്തരക്കാരായ ആളുകളെ അള്ളാഹു സൃഷ്ടിച്ചത്? ലിയജ്സിയല്ലാഹു സ്വാദിഖീന ബിസിദ്ഖിഹിം, അവർ അള്ളാഹുവിനോട് കൊടുത്ത കരാർ, ആ കരാറിനെ സത്യസന്ധമായി പാലിച്ചതുകൊണ്ട് ആ സത്യസന്ധന്മാരായ കരാർ പാലിച്ച വിശ്വാസികൾക്ക് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി. ദുനിയാവിലുണ്ടാവും ഭൗതികമായ പ്രതിഫലം, പരലോകത്ത് അതിനേക്കാൾ ഏറെ രക്തസാക്ഷിത്വവും യുദ്ധത്തിന് പോയവരും സമ്പത്ത് ചെലവഴിച്ചവരും ശരീരം ചെലവഴിച്ചവരും അതിനവർക്ക് അതിന്റേതായ പ്രതിഫലം സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കും. ആ പ്രതിഫലം കൊടുക്കാനാണ് വിശ്വാസികളിൽ ഒരു കൂട്ടരെ അള്ളാഹു ഇങ്ങനെ നിയമിച്ചിട്ടുള്ളത്. അങ്ങനെ യുദ്ധം ചെയ്യാൻ തയ്യാറായ ആളുകളില്ലെങ്കിൽ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 111-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മനുഷ്യരുമായി അള്ളാഹു നടത്തിയിട്ടുള്ള ഒരു കച്ചവടമാണ്. ആളുകൾക്ക് കച്ചവടം വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹു ഒരു കച്ചവടത്തെ കുറിച്ച് പറയുന്നു. ആ കച്ചവടം ഏതാ? നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്, ഇത് രണ്ടും അള്ളാഹുവിന്റേതാണ്, നമ്മുടേതല്ല. അള്ളാഹു നമ്മുടെ കയ്യിൽ താൽക്കാലികമായി ഏൽപ്പിച്ചതാണ്. ഒരാള് അയാളുടെ കയ്യിലുള്ള സാധനം വേറൊരാളെ ഏൽപ്പിച്ചു വിചാരിക്കുക, വസ്തു ആരുടേതാ? ഏൽപ്പിച്ച ആളുടേതാണ്. ഏൽപ്പിക്കപ്പെട്ടവന്റെ താൽക്കാലികമായ കൈകാര്യം മാത്രമേ അയാൾക്കുള്ളൂ. ഇതുപോലെയാണ് എന്റെ ശരീരം, എന്റെ സ്വത്ത് അള്ളാഹുവിന്റേതാണ്. അള്ളാഹു എന്റെ കയ്യിൽ തൽക്കാലത്തേക്ക് എനിക്ക് ജീവൻ തന്നു, എനിക്ക് ആരോഗ്യം തന്നു, എനിക്ക് കുറച്ച് സ്വത്ത് തന്നു. അത് അള്ളാഹു എപ്പോൾ ചോദിക്കുന്നുവോ അവൻ ചെലവഴിക്കണം. അപ്പൊ അള്ളാഹു ഇവിടെ ഒരു കച്ചവടത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും, അള്ളാഹു സത്യവിശ്വാസികളിൽ നിന്ന് അവരുടെ ശരീരത്തെയും അവരുടെ സമ്പത്തിനെയും അള്ളാഹു വിലക്ക് വാങ്ങിയിരിക്കുന്നു. അള്ളാഹു തന്നതിനെ അള്ളാഹു അങ്ങോട്ട് തന്നെ വാങ്ങി. എന്റെ ജീവൻ അള്ളാഹു എന്നെ അങ്ങോട്ട് വാങ്ങി, എന്റെ സ്വത്ത് അള്ളാഹു അങ്ങോട്ട് വാങ്ങി. അങ്ങോട്ട് തന്നത് അങ്ങോട്ട് വിലക്ക് വാങ്ങാൻ, വെറുതെ തന്നത് പൈസക്ക് അങ്ങോട്ട് വാങ്ങാൻ. എന്താ അങ്ങോട്ട് തരുന്നത്? പൈസയല്ല, നോട്ടല്ല, പിന്നെന്താ? എന്തിനാണത്? ബി അന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗമുണ്ട് എന്നതിനാൽ, അല്ലെങ്കിൽ സ്വർഗത്തിന് പകരമായി നമുക്കല്ലാഹു തന്ന ശരീരത്തെയും നമുക്കല്ലാഹു തന്ന സമ്പത്തിനെയും അള്ളാഹു അങ്ങോട്ട് തിരിച്ചു വാങ്ങുന്നു. പകരം സ്വർഗം ഇങ്ങോട്ട് തരാം. നോക്ക്, എത്ര ഇങ്ങനെ ഒരു കച്ചവടം ആരെങ്കിലും നടത്തുമോ? നമ്മളൊരു വസ്തു ഒരാളത്ത് കൊടുക്കുക, എന്നിട്ട് അയാൾക്ക് പൈസ കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് വാങ്ങുക. തന്ന ആളെ പൈസ തന്നെ, സ്വത്ത് തന്നെ പൈസ കൊടുത്തിട്ട് പിന്നെ വാങ്ങുക. അപ്പൊ അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സ്വത്തും അള്ളാഹു അവന്റെ സമ്പത്തും അവന്റെ ശരീരവും ജീവനും ഒക്കെ അവന്റെ അല്ല. അള്ളാഹു നൽകിയ ശരീരം, ജീവൻ, അതൊക്കെ അള്ളാഹു നമുക്ക് നൽകി. എന്നിട്ട് സ്വർഗം നിനക്ക് അങ്ങോട്ട് തരാം, നിന്റെ ജീവനും നിന്റെ സ്വത്തും എനിക്ക് കൊണ്ട നമ്മൾ അങ്ങോട്ട് വാങ്ങാൻ. പകരം പൈസയല്ല, സ്വർഗം തരാം. എന്നിട്ട് എന്തിനാണ്? യുഖാത്തിലുന ഫീ സബീലില്ലാ, വെറുതെ ഭൂമി കലാപണ്ടാക്കാൻ വേണ്ടിയുള്ള യുദ്ധമല്ല, അള്ളാഹുവിന്റെ കെലിമത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി സമരം ചെയ്യുന്നതിന് വേണ്ടി, യുദ്ധം നടത്താൻ വേണ്ടി. അപ്പൊ ചിലപ്പോ ഫയഖ്തുലൂൻ വയുഖ്തലൂൻ, യുദ്ധത്തിനിറങ്ങിയാൽ രണ്ടാലൊന്ന് ഉറപ്പാണ്. ഒന്നുകിൽ അവരങ്ങോട്ട് കൊല്ലും, ശത്രുക്കളെ കൊല്ലും, അല്ലെങ്കിൽ ശത്രുക്കൾ ഇങ്ങോട്ട് കൊല്ലും. അപ്പൊ ഒന്നുകിൽ കൊല്ലും ശത്രുക്കളെ, അല്ലെങ്കിൽ ശത്രുക്കളാൽ കൊല്ലപ്പെടും. അങ്ങനെ സ്വർഗം നൽകാമെന്നുള്ളത് വഅദൻ അലൈഹി ഹഖൻ ഫിത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഒരു യഥാർത്ഥ വാഗ്ദാനമാണ്. ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള, മുഹമ്മദിന്റെ ഉമ്മത്തിന് മാത്രമുള്ള വാഗ്ദാനമല്ല. തൗറാത്തിൽ ഈ വാഗ്ദാനമുണ്ട്, ഇൻജീലിൽ ഈ വാഗ്ദാനമുണ്ട്, ഖുർആനിൽ ഈ വാഗ്ദാനമുണ്ട്. എന്താണ് അള്ളാഹ് ചോദിക്കാൻ? വമൻ ഔഫാ ബിഅഹദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കരാർ ഏറ്റവും അധികം പാലിക്കുന്നവരായി വേറാരുണ്ട്? അള്ളാഹുവിന്റെ കരാറാണ്.
തയ്യാറാണ്. ഞാൻ നിങ്ങൾക്ക് തന്ന സ്വത്തും പൈസ എനിക്ക് തരിക, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം. ഈ വിഷയമാകട്ടെ ഏത് വിഷയമാകട്ടെ അള്ളാഹുവിനേക്കാൾ ഏറ്റവും വലിയ കരാർ പാലകനായി ആരാണുള്ളത്? അപ്പൊ എല്ലാ കരാറും പാലിക്കാൻ കഴിവുള്ളവനും പാലിക്കുന്നവനും അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ കരാർ പാലിക്കുന്ന ഏറ്റവും വലിയ കരാർ പാലകനായ അള്ളാഹുവിനോടാണ് നിങ്ങൾ കരാർ ചെയ്തത്. അതുകൊണ്ട് ഫസ്തബ്ശിറൂ ബിബൈഇക്കും, നിങ്ങൾ നടത്തിയ ഈ കച്ചവടം കൊണ്ട് വിശ്വാസികളെ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. കാരണം ഒരിക്കലും നഷ്ടം വരൂല. അള്ളാഹു എന്റെ കരാർ പാലിക്കും. അല്ലദീ ബായഅതും ബിഹി, ഏത് കച്ചവടം? നിങ്ങൾ അള്ളാഹുവായി നടത്തിയിട്ടുള്ള ഈ കച്ചവടം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ഒരു നഷ്ടവും വരുമെന്ന് വിചാരിക്കേണ്ട. ഒരു കച്ചവടത്തിൽ ഷെയർ കൊടുക്കുകയോ സ്വന്തം കച്ചവടം നടത്തുകയോ ചെയ്താൽ എപ്പോഴും പേടിയാ. നഷ്ടം പറ്റുമോ, ഒന്നായി പൊളിഞ്ഞു പോകുമോ, ഷെയറുകാരൻ മുക്കുമോ, അവന്റെ പേരിലാക്കി മാറ്റുമോ, അങ്ങനെ പലജാതി പേടിയുണ്ടാവും. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ടത്. അതാകുന്നു മഹത്തായ വിജയം എന്ന സന്തോഷ വാർത്ത. അപ്പൊ ഈ പറയുന്നതൊക്കെ എന്തിനാണ്? യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കണം, പിന്തിരിഞ്ഞോടാൻ പാടില്ല, വമ്പിച്ച കച്ചവടമാണിത്, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഏർപ്പാടാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വാഗ്ദാനങ്ങളിലൂടെ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കാൻ, അതിന് അനിവാര്യമാകുന്ന ഘട്ടങ്ങളിൽ അതിന് തയ്യാറാകാൻ, അതിൽ പങ്കെടുക്കാൻ വിശ്വാസ സമൂഹത്തെ എവിടെയാണ് അനിവാര്യമാകുന്നത് അതിനുവേണ്ടി അള്ളാഹു പ്രേരിപ്പിക്കുകയാണ്. അനസ് ബിൻ നളിർ എന്ന് പറയുന്ന ഒരാൾ, അതായത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദരൻ, അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. കാരണം ബദർ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പുറപ്പാടായിരുന്നില്ല. ഉഹുദ് എന്ന് പറയുന്നത് യുദ്ധത്തിനായുള്ള പുറപ്പാടായിരുന്നു. മദീനക്കടുത്ത് ഖുറൈശികൾ ഇങ്ങോട്ട് വന്നിട്ട് നേരത്തെ പ്രഖ്യാപിച്ച വാഗ്ദാനം അനുസരിച്ച് ദിവസവും സമയമൊക്കെ നിശ്ചയിച്ച് സ്ഥലം നിശ്ചയിച്ച് ഒരു ഗ്രൗണ്ടിൽ കളി നടത്തുന്നത് പോലെ, അങ്ങനെയാണല്ലോ, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന ടീം തമ്മിൽ കളി, അതുപോലെ ഉറപ്പിച്ച് തീരുമാനിച്ച ഒരു കോർട്ടിൽ കളിക്കുന്നത് പോലെയാണ്. നേർക്കുനേരെയാണ് യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ഭാഗപ്പുറത്ത് ഒരു ഭാഗപ്പുറത്ത് നേർക്കുനേരെ യുദ്ധം ചെയ്യാൻ. ഇന്നത്തെ പോലെ ആകാശന്നോ കടലിന്നോ എവിടെ കൊണ്ടിട്ട് നിരപരാധികളെ കൊല്ലല്ല. അപ്പൊ അങ്ങനെ ഇനിയൊരു അവസരം ഉണ്ടായാൽ ഞാൻ പ്രവർത്തിക്കുന്നത് എന്തെന്ന് അള്ളാഹുവിന് തീർച്ചയായും കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ഇനിയൊരു യുദ്ധത്തിന് അവസരമുണ്ടായാൽ ഞാൻ ആ യുദ്ധത്തിൽ ഞാൻ പാലിക്കേണ്ട എല്ലാ കരാറുകളും ഞാൻ പാലിച്ച് സത്യസന്ധമായി യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കുമെന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തി. അങ്ങനെ ഉഹദ് യുദ്ധം വരുന്നു. ഉഹദ് യുദ്ധത്തിന് അദ്ദേഹം പുറപ്പെട്ടു. ഉഹദ് യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി. പിന്നീട് മുസ്ലിങ്ങൾ തന്നെ പ്രവാചകന്റെ ചില കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ച് മലമുകളിൽ നിന്ന് താഴോട്ടിറങ്ങി വന്നു. ഈ സന്ദർഭം നോക്കി ഖാലിദ് ബിൻ വലീദ്, അന്ന് ഖാലിദ് വലീദ് മുശ്രിക്കാണ്, പിന്നെ മുസ്ലിമായി, അദ്ദേഹം കുതിരപ്പടയാളികളുമായി ആ മലമുകളിൽ ബാക്കിയായിരുന്ന അമ്പെയ്ത്തുകാരെ അമ്പെയ്ത് കൊല്ലുകയും പിൻഭാഗത്തിലൂടെ ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് വരികയും ചെയ്തു. അപ്പൊ രണ്ട് ഭാഗം മലയും മുന്നിലും ബേക്കിലും മുശ്രിക്കുകളാലും വലയം ചെയ്യപ്പെട്ട് യുദ്ധക്കളത്തിൽ കുടുങ്ങി. കുറെ ആളുകൾ പിന്തിരിഞ്ഞോടി. ഈ ഘട്ടത്തിൽ ഈ അനസ് ബിൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആളുകൾ, അതായത് സഹാബികളിൽ ചില ആളുകൾ ചെയ്ത ഈ കാര്യത്തിൽ നിന്ന് അള്ളാഹുവൻ എന്നോട് ഞാൻ എതിർ ബോധിപ്പിക്കുകയാണ്. ഞാൻ ആ കുറ്റത്തിൽ പങ്കാളിയായിട്ടില്ല. ഏത്? പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ച് മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്, അതാണ് പരാജയത്തിന് കാരണമായത്. എന്നാൽ അവർ ചെയ്തതിൽ ഞാൻ ഒഴിവാണ്. അതാരാ? മുശ്രിക്കുകൾ ചെയ്തതിൽ ഞാൻ ഒഴിവാണ്. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് കുതിക്കുകയാണ്. നബിയും ഏതാനും ആളുകൾ മാത്രം ഇടക്ക് കുടുങ്ങി ഒറ്റപ്പെട്ട് കിടക്കുന്നു. നബിയെ കൊല്ലാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടു എന്ന പ്രചാരണം നടത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എങ്ങോട്ടാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതാ സ്വർഗത്തിന്റെ ഗന്ധം ഞാൻ അനുഭവപ്പെടുന്നു. നളിറിന്റെ റബ്ബ് തന്നെയാണ് സത്യം. അതാ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിന്റെ ഗന്ധം ഈ ഉഹദ് മലക്ക് മുമ്പിൽ ഞാനിതാ അനുഭവിക്കുന്നു, എന്റെ മൂക്കിൽ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ആ സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഈ വാക്ക് കേട്ട സഅദ് ബിൻ മുആദ് പിന്നെ നബിനോട് പറയാണ്, അദ്ദേഹം ചെയ്തതുപോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. യുദ്ധക്കളത്തിലേക്ക് നേരത്തെ പറഞ്ഞ പിന്തിരിഞ്ഞോടാതെ ഉറച്ചു നിന്ന് മുന്നോട്ട് കുതിക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്നിട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹോദരപുത്രനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നേരത്തെ നമ്മൾ ഓതിവെച്ച ആയത്ത്, സത്യവിശ്വാസികളിൽ സത്യസന്ധന്മാരായ കരാർ പാലിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവരുടെ കർത്തവ്യം നിർവഹിച്ചിരിക്കുന്നു, വേറെ ചില ആളുകൾ അടുത്ത ഘട്ടം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിറങ്ങിയ ആയത്ത് ഈ യുദ്ധത്തിൽ മുറിവേറ്റ് മരണപ്പെട്ട അനസ് ബിൻ നളിറിനെ പോലുള്ള ആളുകളെ കാര്യത്തിൽ അവതരിച്ചതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് മാത്രമല്ല, അത്തരം ആളുകളെ കുറിച്ച്, അത് അന്നുള്ളവരും ഇനി ഇത്തരം വിശ്വാസമുള്ള ആളുകളെ കുറിച്ചുമാകാം. എന്നിട്ട് ഈ അനസ് ബിൻ നളിർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 80-ലധികം മുറിവുകൾ ഞങ്ങൾ എണ്ണി എന്നാണ് ഈ സഹാബി പറയുന്നത്. വാളുകൊണ്ടേറ്റ വെട്ട്, അതുപോലെ തന്നെ കുന്തം കൊണ്ട് കിട്ടിയ കുത്ത്, അമ്പേറ്റ പാടുകൾ, ഇങ്ങനെ 80 ചില്ലാനും 80 ചില്ലാൻ എന്നാൽ 83-നും 90-നും ഇടയ്ക്ക്. അറബി പ്രയോഗം അനുസരിച്ച് ബിൽ എന്ന് പറഞ്ഞാൽ 3-നും 9-നും ഇടയ്ക്കുള്ള എണ്ണാണ്. അപ്പോ 81, 82, 83 ആവില്ല. 83-നും 90-നും ഇടയ്ക്കുള്ള മുറിവുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തെ ആളുകൾ വികൃതമാക്കിയിരിക്കുന്ന ശത്രുക്കൾ. ഈ മയ്യത്ത് അനസിന്റേത് തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ സഹോദരി വന്ന് ഈ ജഡം പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ വിരലറ്റങ്ങൾ കണ്ട് പരിശോധിച്ചുകൊണ്ടാണ് ഇത് എന്റെ സഹോദരൻ അനസിന്റെ മയ്യത്താണെന്ന് തിരിച്ചറിഞ്ഞത് എന്ന് സ്വഹീഹായ ബുഖാരിയും മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യുദ്ധക്കളത്തിൽ ഉറച്ചു നിൽക്കണം.
പിന്തിരിഞ്ഞോടരുത് എന്ന് ഖുർആൻ നിർദ്ദേശിച്ചു. അതിന് പ്രേരകമായി കൊണ്ടാണ് നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ നാമത്തെ യുദ്ധത്തിന് പോകുമ്പോഴും യുദ്ധം നിർവഹിക്കുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരാളമായി ദിക്റുണ്ടാകണം. ദുനിയാവിനെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച് ചിന്തയല്ല. രണ്ടാമത്തേത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ആ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാകണം നിങ്ങൾ പോകേണ്ടത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് സഅദ് ഇബ്നു അബീ വഖാസിന് എഴുതിയ ഒരു കത്ത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹദീസ് ഗ്രന്ഥങ്ങളിലല്ല, ചരിത്ര ഗ്രന്ഥങ്ങളിലും മറ്റും പലരും ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം എന്ന് പറയുന്നത്, ഞാൻ നിന്നോടും നിന്റെ കൂടെയുള്ള പട്ടാളക്കാരോടും ഉപദേശിക്കുന്നത് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുണ്ടാവുക എന്നതാണ് ശത്രുവിനെതിരിൽ നിങ്ങളുടെ സന്നാഹത്തേക്കാൾ ശക്തമായത്. ആയുധങ്ങളും ആൾബലവുമല്ല, അതിനേക്കാൾ മെച്ചപ്പെട്ട ആയുധം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തഖ്വയാണ്. ശത്രുക്കളുടെ കുതന്ത്രത്തെക്കാൾ ശക്തമായത്, അതിനെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തഖ്വയാണ്. അതുകൊണ്ട് നിങ്ങൾ ശത്രുക്കളെ പേടിക്കുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ തിന്മയെ പേടിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നതിനെയാണ് നിങ്ങൾ ശത്രുക്കളെ പേടിക്കുന്നതിനേക്കാൾ പേടിക്കേണ്ടത്. കാരണം എന്താ? അവരുടെ സൈന്യത്തെയല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും പേടിക്കുന്നത്, മറിച്ച് നിങ്ങളിൽ അള്ളാഹുവിനെതിരിലുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അവരുടെ പക്കൽ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരാവുക എന്ന കാര്യം ഉള്ളത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാകുന്നത്. മുസ്ലിങ്ങളുടെ ആയുധം കൊണ്ടോ ആൾബലം കൊണ്ടോ അല്ല. അവരുടെ പാപങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം ശക്തികൾക്കെതിരിൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അവരുടെ എണ്ണം കൊണ്ടോ വണ്ണം കൊണ്ടോ വിജയം നേടാൻ സാധിക്കുമായിരുന്നില്ല എന്ന് അദ്ദേഹം അവരെ ഉപദേശിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മത, തഖ്വ മുസ്ലിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങളും അവരും രണ്ടും ഒരുപോലെയാണ്. അവരെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തഖ്വയാകുന്ന ആയുധമാണ് ആൾബലത്തെക്കാളും സായുധ ശേഷിയേക്കാളും നിങ്ങൾക്കുണ്ടാകേണ്ടത്. ഖുർആൻ പറഞ്ഞ ഭിന്നിക്കാതിരിക്കുക, അള്ളാഹുവിനെ പ്രവാചകനെയും അനുസരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി സ്മരിക്കുക. ഇത് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണകാലത്ത് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന സേനാനായകനും പട്ടാളക്കാർക്കും നൽകിയ ഉപദേശമാണ്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചു തന്നെ, തർക്കിക്കാതിരിക്കുക, ഭിന്നിപ്പില്ലാതിരിക്കുക, ക്ഷമാവലംബിക്കുക. അപ്പൊ ഇങ്ങനെ മുന്നേറാൻ വേണ്ടി ഇസ്ലാം പ്രേരിപ്പിക്കുകയും അതോടൊപ്പം പിന്തിരിഞ്ഞു പോകരുത് എന്ന ശക്തമായ താക്കീതും ഇസ്ലാം നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ അംഫാൽ 15-16 ആയത്തുകൾ വളരെ വ്യക്തമായ രണ്ടായത്താണ്. എന്താ അതിൽ പറയുന്നത്? അവിടെ ആരാ സംബോധന? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇദാ ലഖീതുമുല്ലദീന കഫറൂ സഹ്ഫൻ, സത്യവിശ്വാസികളെ മാർച്ച് ചെയ്യുന്നതായി നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ കണ്ടുമുട്ടിയാൽ. ഇവിടെ വിശദീകരിച്ചുകൊണ്ട് പലതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സഹഫ് എന്ന് പറഞ്ഞാൽ ഇടയുക, അരിച്ചു നടക്കുക. ഇപ്പൊ ചെറിയ കുട്ടികൾ മലർന്നു കിടക്കും, പിന്നെ കമഴ്ന്ന് കിടക്കാൻ തുടങ്ങും. കമഴ്ന്ന് തുടങ്ങിയാൽ പിന്നെ കമഴ്ന്ന് കിടന്നിടത്ത് ഇങ്ങനെ നിരങ്ങാൻ തുടങ്ങും, നിരങ്ങി നീങ്ങാൻ തുടങ്ങും. പിന്നെ പിൻഭാഗം നിലത്ത് വെച്ചുകൊണ്ട് നിരങ്ങാൻ തുടങ്ങും. അതാണ് ശരിക്കും സഹഫ്, നിരങ്ങി നീങ്ങുക. അപ്പൊ പട്ടാളം എന്താണ്? പട്ടാളത്തിന്റെ മാർച്ച് പാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിവെച്ച് പ്രത്യേക സ്റ്റെപ്പോടുകൂടി ഇങ്ങനെ നീങ്ങലാണ്. അതാണ് സഹഫ്. അതിന് സഹഫ് എന്ന് പറയും. അങ്ങനെ മാർച്ച് ചെയ്യുന്ന പട്ടാളക്കാരെ കുറിച്ചും പിന്നെ ഈ വാക്കുപയോഗിക്കും, സൈന്യത്തെ കുറിച്ചും ഉപയോഗിക്കും. അപ്പോ ശത്രുക്കൾ മാർച്ച് ചെയ്ത് വരുന്നതായി കണ്ടാൽ, അല്ല നിങ്ങൾ മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോയാൽ, ഇനി അതല്ല അവർ ഇങ്ങോട്ട് മാർച്ച് ചെയ്ത് വരുന്നു, നിങ്ങൾ അങ്ങോട്ട് മാർച്ച് ചെയ്ത് പോകുന്നു, ഇതൊക്കെ പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയായാൽ നിങ്ങൾ ഫലാ തുവല്ലൂഹുമുൽ അദ്ബാർ. ദുബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖുബ്ല് ദുബർ ഔറത്ത് പറയുമ്പോൾ ഉപയോഗിക്കുന്ന സംഗതിയാണ്. ഖുബ്ല് എന്നാൽ മുൻഭാഗം, ദുബർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം. അപ്പൊ ഫലാ തുവല്ലൂഹുമുൽ അദ്ബാറ, നിങ്ങളുടെ ദുബർ, നിങ്ങളുടെ ബാക്ക് അവർക്ക് നേരെ തിരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങോട്ടൊന്നാ യുദ്ധം ചെയ്യേണ്ടത്, തിരിഞ്ഞിക്കരുത്. അപ്പൊ നിങ്ങളുടെ ബാക്ക് അവർക്ക് നേരെ തിരിക്കരുത് എന്ന് പറഞ്ഞാൽ, തിരിഞ്ഞു നിന്നാൽ അത് പരാജയത്തിന്റെ അടയാളമാണ്, ഭീരുത്വത്തിന്റെ അടയാളമാണ്. ഞങ്ങളിതാ ഓടുന്നു, അപ്പൊ മുന്നിൽ വെട്ടരുത്, ബേക്കിൽ വേണമെങ്കിൽ വെട്ടിക്കോളൂ എന്ന അർത്ഥത്തിലാണ്. ബേക്കിൽ വെട്ടിയാൽ കുഴപ്പമില്ല, മുന്നിൽ കഴുത്തിനും മുൻഭാഗത്തും വിട്ടുകിട്ടരുത്, തിരിഞ്ഞോടുകയാണ്. ഇങ്ങനെ തിരിഞ്ഞോടുന്നത് പടുത്ത ഭീരുത്വമാണ്. അത് മുസ്ലിങ്ങളോടുള്ള വഞ്ചനയാണ്. കാരണം എന്താ? ഈ മുസ്ലിങ്ങളായ ആളുകൾക്ക്, ബാക്കിയുള്ള ആളുകൾക്ക് അത് ഭീഷണിയായി മാറും, ശത്രുക്കൾക്ക് പ്രോത്സാഹനമായി മാറും. അപ്പൊ മുസ്ലിങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഓടാൻ പാടില്ല. അപ്പൊ അവര് ആ വഷളത്തരത്തിന്റെ അവസ്ഥയാണ് ഈ പ്രയോഗം കൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിച്ചത്. ഒരു അപമാനമാണ്. അതാണ് പുറം അങ്ങോട്ട് വെച്ച് ബാക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ഓടാൻ പാടില്ല, ഒരു നിലക്ക് ഓടാൻ പാടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും യുദ്ധഘട്ടത്തിൽ പിന്തിരിഞ്ഞോടുന്നുവെങ്കിൽ 2 ഘട്ടം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. അത് ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോവുക, ആ പ്രദേശത്തെ വേറെ പ്രദേശത്തേക്ക് ആവശ്യമായ നിർദ്ദേശമനുസരിച്ച്. ഇനി ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പിന്റെ കൂടെ യുദ്ധം ചെയ്യുന്നു, ആ ഗ്രൂപ്പിന്റെ കൂടെ യുദ്ധം ചെയ്യുന്നിടത്ത് അപ്പുറത്ത്
വേറൊരു ടീം യുദ്ധം നടത്തുന്നുണ്ട്. അവർക്ക് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശത്രുക്കൾ കൂടുതൽ വർധനവുണ്ട്, മുസ്ലിങ്ങൾ കുറവാണ്. എങ്കിൽ സേനാനായകന്റെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ പരാജയം സംഭവിക്കുകയില്ലെങ്കിൽ സേനാനായകന്റെ നിർദ്ദേശമനുസരിച്ച് ഈ ടീമിൽ നിന്ന് അടുത്തൊരു ടീമിലേക്ക് ചേർന്നുകൊണ്ട് യുദ്ധം നടത്താം. ഇത് ഖുർആൻ അനുവദിച്ചിട്ടുണ്ട്. അതാണ് അവിടെ പറയുന്നത്. ഇല്ലെങ്കിൽ ഫഖദ് ബാഅ ബിഗളബിൻ മിനല്ലാഹ്, ഇങ്ങനെ അല്ലാത്ത നിലക്ക് പിന്തിരിഞ്ഞോടുകയാണെങ്കിൽ അവർ അള്ളാഹുവിന്റെ കോപവുമായിട്ടാകുന്നു മടങ്ങിപ്പോകുന്നത്. വമഅവാഹു ജഹന്നം, അവരുടെ സങ്കേതം നരകമാണ്. വബിഇസൽ മസീർ, ആ മടങ്ങിച്ചെല്ലുന്ന നരകം എത്ര മോശപ്പെട്ട മടക്കസ്ഥാനമാകുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ടും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഏത് പ്രവർത്തനത്തിനും തത്തുല്യമായ പ്രതിഫലവും ശിക്ഷയുമാണ് അള്ളാഹു കൊടുക്കുക. ഇവിടെ യുദ്ധക്കളത്തിൽ നിന്ന് മുസ്ലിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടടുത്ത് നിന്ന് പിന്തിരിഞ്ഞോടുന്നത് അവന്റെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് പകരം അള്ളാഹുവിന്റെ വെറുപ്പാണ് അവൻ തൊടുന്നത്. മുസ്ലിങ്ങളുടെ ജീവനും രക്ഷയുമല്ല, അവന്റെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നതുകൊണ്ട് പേടിച്ചോടുകയാണ്. അപ്പൊ അതിന് തത്തുല്യമായ അള്ളാഹുവിന്റെ തൃപ്തിപ്പെട്ട് ഓടിയതിന് പകരം അള്ളാഹുവിന്റെ കോപം അവൻ സമ്പാദിച്ചു. അവന്റെ ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചപ്പോൾ അതിന് പകരം ശാശ്വതമായി നിർഭയത്വമില്ലാത്ത ഭയപ്പാടിന്റെ കടുത്ത ശിക്ഷയുടെ നരകം അവൻ അള്ളാഹു പകരം കൊടുത്തു. അവൻ ചെയ്ത തിന്മക്ക് തത്തുല്യമായ ശിക്ഷ അള്ളാഹു നൽകി എന്നതാകുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അത്തരം യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുക എന്ന ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇത് ഇസ്ലാമിലെ ഒന്നാമത്തെ യുദ്ധമായ ബദർ യുദ്ധം, അത് യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഘടനമാണ്. ആ യുദ്ധം കഴിഞ്ഞു, ഗനീമത്ത് സ്വത്തൊക്കെ കിട്ടി, ഓഹരി വെച്ചു. ഇതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ താക്കീത് നൽകുന്നത്. ഇത് അവർക്ക് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്കുള്ള താക്കീതാണ്. കടുത്ത പാപമായി അള്ളാഹു പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്നത് ഇതിന്റെ വിശദീകരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അത്തരം പിന്തിരിഞ്ഞോടാത്ത അനിവാര്യമായ ഘട്ടങ്ങളിൽ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളായി മാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. മുസ്ലിങ്ങളുടെ യുദ്ധചരിത്രം പരിശോധിച്ചാൽ നബിയുടെ കാലഘട്ടത്തിൽ, അതിനുശേഷം പ്രത്യേകിച്ച് സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും കാലഘട്ടത്തിൽ ശത്രുക്കളുമായി ഒരുപാട് യുദ്ധങ്ങൾ നടക്കുകയും സൗദി അറേബ്യ വിട്ട് തൊട്ടടുത്ത റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളിൽ അവരുടെ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളിലുമൊക്കെ വലിയ വിജയങ്ങൾ നടത്തുവാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നബിയുടെ കാലത്ത് തന്നെ നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ് മുഅ്ത എന്ന് പറയുന്ന ഒരു യുദ്ധം. മുഅ്ത അത് റോമക്കാരുമായും ഖസാസിന ഗോത്രക്കാരുമായി നടന്നിട്ടുള്ള ഒരു യുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 സേനാനായകന്മാർ പ്രഖ്യാപിച്ചു. എന്നൊരു കൂട്ടം സഹാബികളെ പട്ടാളക്കാരായി ആ പ്രദേശത്തേക്ക് നബി അയച്ചു. എന്ന് നബി നിർദ്ദേശം കൊടുത്തു, ഇന്ന ആള് കൊടി പിടിക്കണം, അയാൾ കൊല്ലപ്പെട്ടാൽ അടുത്ത ആള് കൊടി പിടിക്കണം, അയാൾ കൊല്ലപ്പെട്ടാൽ അടുത്ത ആള് കൊടി പിടിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് ആ ക്രമത്തിൽ നിർദ്ദേശിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് പറഞ്ഞയച്ചത്. ഭയങ്കരമായ യുദ്ധമായിരുന്നു. അപ്പുറത്ത് 2 ലക്ഷത്തോളം ആളുകൾ, മുസ്ലിങ്ങളുടെ ഭാഗത്ത് പരിമിതമായ പടയാളികൾ മാത്രമേ ഉള്ളൂ. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഘോരമായ പോരാട്ടം നടന്നു. ഒന്നാമത്തെ ആൾ രക്തസാക്ഷിയായി, രണ്ടാമത്താൾ കൊടിയെടുത്തു, അയാൾ രക്തസാക്ഷിയായി, മൂന്നാമത്താൾ കൊടിയെടുത്തു, അയാളും രക്തസാക്ഷിയായി. 3 ആളും തീർന്നു. 3 സേനാനായകന്മാരായ 3 ആളുകൾ മരിച്ചു വീണ പിന്നെ പട്ടാളക്കാരുടെ സ്ഥിതി എന്താ? ചെതറിയോടും. പക്ഷേ ആ ഘട്ടത്തിൽ തന്ത്രപരമായി നേരത്തെ പറഞ്ഞ ഖാലിദ് വലീദ് മക്കപ്പത്തോടുകൂടി മുസ്ലിമായിരുന്നു. അദ്ദേഹം ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ സേനാനായകനല്ല, പിന്നിലുണ്ട്. അദ്ദേഹം ഈ വഹിക്കാൻ ആളില്ലാത്ത പതാക അയാൾ സ്വയം ഏറ്റെടുക്കുകയും എന്നിട്ട് ഒരു ശക്തമായ നീക്കം അദ്ദേഹം നടത്തുകയും തന്ത്രപരമായി അന്ന് പകലങ്ങനെ കഴിച്ചുകൂട്ടി. രാത്രി പട്ടാളക്കാരെ എന്ത് ചെയ്തു? എല്ലാം മാറ്റി, വലതുഭാഗത്തുള്ളവനെ ഇടതുഭാഗത്തും, ഇടതുഭാഗത്തുള്ളവനെ വലതുഭാഗത്തും, മുന്നിലുള്ളവനെ ബാക്കിലേക്കും, ബാക്കിലുള്ളവനെ മുന്നിലേക്ക് കൊണ്ടുപോയി. പിന്നെ രാത്രി മുഴുവൻ ഭയങ്കരമായ പൊടിപടലങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പട്ടാളക്കാർ നിർദ്ദേശിച്ചു. അങ്ങനെ പൊടിപടലങ്ങളും ശബ്ദകോലാഹലങ്ങളും. നേരം വെളുത്തപ്പോ ശത്രു സൈന്യം റോമക്കാർ കാണുന്നത് ഇന്നലെ കണ്ടവനെ കാണാനില്ല, ഇന്ന് പുതുമുഖങ്ങളെയാണ് കാണുന്നത്. ഒന്നായി പൊടിപടലങ്ങളുണ്ട്. അപ്പോ രക്ഷയില്ല. ഇവർക്ക് അവരുടെ നാട്ടിൽ നിന്ന് വമ്പിച്ച സൈന്യങ്ങൾ, പോഷക സൈന്യങ്ങൾ വേറെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇവർ സ്ഥലം മാറിയിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഖാലിദ് വലീദ് രംഗത്ത് പിന്മാറാൻ വേണ്ടി പട്ടാളക്കാർ നിർദ്ദേശിച്ചു. അപ്പൊ ഒന്നുകൂടി അവർ പേടിച്ചു. റോമക്കാർ മനസ്സിലാക്കി ഇവർ ഇവിടുന്ന് മാറിയത് ഒരു തന്ത്രമാണ്, നമ്മുടെ മേൽ ഒന്നായി അവർ ആക്രമിക്കും എന്ന് പേടിച്ച് അവർ യുദ്ധക്കളം വിട്ടുപോയി. ഈ തന്ത്രത്തിലൂടെ ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു ബാക്കി വന്ന പട്ടാളക്കാരെ കൊണ്ട് സുരക്ഷിതമായി തിരിച്ചു പോകുന്നതാണ്. ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഒരു പിന്മാറ്റമാണ്, വിജയമുണ്ടായിട്ടില്ല. പക്ഷേ ഈ പിന്മാറ്റം നടന്നിട്ടില്ലെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ ഒന്നായി നശിപ്പിക്കപ്പെടും.
അതുകൊണ്ട് ഇവിടെ ഒരു പിന്മാറ്റം ഖാലിദ് നടത്തിയത് ഇത് ഖുർആൻ നിർദ്ദേശിച്ച അനുവദിക്കപ്പെട്ട ഒരു പിന്മാറ്റമാണ്, ഇത് ഒളിച്ചോട്ടമല്ല എന്നതിന് ഉദാഹരണമായി ഇത്തരം ധീരമായ രംഗങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തഖ്വയുടെ ആയുധം കൊണ്ട് മുന്നേറുന്ന, അത് പരിചയമായി സ്വീകരിക്കുന്ന, അതിനെ ആയുധമാക്കി മാറ്റുന്ന മുത്തഖികളാകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിന